ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു സാലഡ് മീൻസ് ഒരു കിച്ചടി എന്നുവെച്ചാൽ നമ്മൾ തൈരൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുന്ന യോഗട്ട് ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്. അതിനായിട്ട് ഞാൻ കുറച്ച് വെണ്ടയ്ക്ക അല്ലെങ്കിൽ ഓക്ര എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, വെണ്ടയ്ക്ക, കുറച്ച് ഗ്രീൻ ചില്ലി, കറി ലീഫ്, ഇത്രയോ വെജിറ്റബിളായിട്ട് ആവശ്യമുള്ളത്. അപ്പം നമുക്ക് ആദ്യം ഇതിനൊന്ന് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കണം. ഓക്കെ, വെണ്ടയ്ക്കയും പച്ചമുളകൊക്കെ കട്ട് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. പിന്നെ സീസണിങ് ചെയ്യാനുള്ള സാധനങ്ങൾ എന്ന് വെച്ചാൽ മസ്റ്റാർഡ്, റെഡ് ചില്ലി, ഓക്കെ, ഡ്രൈ റെഡ് ചില്ലിയും കുറച്ച് കോക്കനട്ട് ഓയിലും വേണം. ഫസ്റ്റിൽ നമുക്കിതൊന്ന് സീസണിങ് ചെയ്തിട്ടാണ് ഇതിനകത്തോട്ട് ഈ വെണ്ടയ്ക്കായും ഈ പച്ചമുളകും കറി ലീഫും ഒക്കെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിത് എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ, ഓക്കെ, പിന്നെ നമുക്ക് ഉള്ളത് ആവശ്യത്തിനുള്ള സാൾട്ട് വേണം. പിന്നെ ലാസ്റ്റ് നമ്മൾ അതൊന്ന് വഴറ്റിയിട്ടൊന്ന് ചൂടൊക്കെ ആറിക്കഴിയുമ്പോൾ ഈ യോഗട്ട് ഒത്തിരി തിക്കായിട്ട് വേണമെന്നില്ല, ഓക്കെ, ഉള്ള തൈര് മിക്സ് ചെയ്താണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് കട്ട് ചെയ്തിട്ട് വരാം. ഇത് വെണ്ടയ്ക്ക് ഇതേപോലെ ഇങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, എന്നുവെച്ചാൽ നമ്മൾ ആദ്യം കടുക് വറുത്തിട്ട് അതിനകത്തിട്ട് ഈ വെണ്ടയ്ക്ക ഇട്ടൊന്ന് വാട്ടിയെടുക്കണം. ഓക്കെ, അപ്പം ഒത്തിരി തിക്കാവണ്ട. ഓക്കെ, ചെറുതായിട്ടിങ്ങനെ ഇതുപോലെ അരിഞ്ഞ് വെക്കുക. പിന്നെ ഞാൻ പച്ചമുളകും അരിഞ്ഞു വെച്ചു. ഓക്കെ, ഇതിപ്പോൾ ഞാൻ കുറച്ചേറെ വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. ഇത്രയും വെണ്ടയ്ക്ക വേണമെന്നില്ല, കുറച്ച് രണ്ടെണ്ണം ആണെങ്കിൽ അതെടുത്താലും മതി. അതിൻ്റെ കൂടെ ഒരു പച്ചമുളകൊക്കെ ഇട്ട് നമുക്ക് ചെറിയൊരു കിച്ചടി ഉണ്ടാക്കാം. അത് നിങ്ങൾക്ക് ആവശ്യമുള്ള പോലെ വെണ്ടയ്ക്ക എടുക്കുക. പച്ചമുളകായാലും കറി ലീഫൊക്കെ ഓരോരുത്തരുടെ ആവശ്യം പോലെ എടുക്കുക. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഒരു പാനൊക്കെ വെച്ചിട്ട് കടുക് വറുത്ത് ഇതിനകത്തോട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് വാട്ടിയെടുക്കാം. ഒരു പാൻ വെച്ചിട്ട് ചൂടാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഈ കടുകും മുളകൊക്കെ ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഓക്കെ, ഇതിനകത്ത് കുറച്ച് കറി ലീഫൊക്കെ ഇട്ട് പൊട്ടിച്ചിട്ട് വെണ്ടയ്ക്ക എന്നിട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തു. നമുക്കിനിപ്പോൾ കടുക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ മുളകും വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും മുളകും ഇട്ട് കൊടുത്ത് ഇനിയിപ്പോൾ നമുക്ക് പൊട്ടുമ്പോൾ ഈ കറി ലീഫ് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇത് പൊട്ടുന്നുണ്ട്. അപ്പം നമുക്ക് കറി ലീഫ് ആഡ് ചെയ്ത് ആ കറി ലീഫ് കൂടി അതിനകത്ത് ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഏതില്ലേ ഗ്രീൻ ചില്ലി ഇട്ട് കൊടുക്കാം. അരിഞ്ഞ് വെച്ച വെണ്ടയ്ക്കായും ഇതൊന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്ത് വെക്കാം. അത് കഴിയുമ്പോൾ നമുക്ക് കിച്ചടി ഉണ്ടാക്കാം. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് സാൾട്ട് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഒക്കെ വേഗത്തിൽ ആഡ് ചെയ്യും. പിന്നെ ആവശ്യത്തിനുള്ള സാൾട്ട് പിന്നെ യോഗട്ടൊക്കെ ഒഴിക്കുമ്പോൾ നോക്കിയിട്ട് സാൾട്ട് ആഡ് ചെയ്താൽ മതി. ഓക്കെ, ഇതിപ്പം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഓഫ് ചെയ്യാൻ പോവാം. ഓഫ് ചെയ്തു. ഇനിയിപ്പോൾ ഇതൊന്ന് ഇവിടെ ഇരുന്ന് ആദ്യത്തെ നമുക്ക് തൈര് ഒഴിക്കണം. ഓക്കെ, ആദ്യത്തൊരു പാത്രത്തിലോട്ട് മാറ്റി നമുക്ക് തൈരൊക്കെ ഒഴിച്ചെടുക്കാം. ഇതിപ്പം നന്നായിട്ട് തണുത്തൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്കൊരു ബൗളിലെടുത്ത് വെച്ചിട്ടുണ്ട്. ബൗളിലോട്ട് ഇട്ടിട്ട് നമുക്ക് ഈ തൈരുമായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. ഓക്കെ, ശരിക്കും ഇത് തണുത്തിട്ട് എടുക്കണം എന്ന് പറയുന്നതെന്ന് വെച്ചാൽ പണ്ടൊട്ടേ അമ്മൂമ്മമാരൊക്കെ തന്നെ പറയും ചൂടിൽ തൈര് ആഡ് ചെയ്യില്ലെന്ന്. ശരിക്കും ഇത് പ്രോബയോട്ടിക് സാധനം. അപ്പോൾ എൻ്റെ ഒത്തിരി നല്ല ഗുണങ്ങളുണ്ട് ഈ തൈരിനകത്തൊക്കെ. നമ്മളിപ്പോൾ ചൂടിലോട്ട് ആഡ് ചെയ്യുമ്പോൾ പോകും. അതുകൊണ്ട് അവനെ തണുത്തിട്ട് ഇതിനകത്തോട്ട് മിക്സ് ചെയ്താൽ മതി. ഓക്കെ, ഓക്കെ, അപ്പം നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം ഈ തൈര് ഇതിനകത്തോട്ട് ആഡ് ചെയ്യുക. ഓക്കെ, നന്നായിട്ട് തണുത്തിട്ട് ഞാനിത് ആഡ് ചെയ്യാൻ പോവാം. ഇപ്പം ഞാനിപ്പം വെണ്ടയ്ക്കകത്തോട്ട് ഇട്ടു. ഇനി കുറച്ച് തൈര് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തോണ്ടിരിക്കുക. കണ്ടോ, അങ്ങനെ നമ്മുടെ വെണ്ടയ്ക്ക കിച്ചടി റെഡി ആയിട്ടുണ്ട്. ഒത്തിരി തിക്കായിട്ടുള്ള തൈര് വേണ്ട, ചെറുതായിട്ട് ലൂസായിട്ടുള്ള ഓക്കെ തൈര് മതി. യമ്മിയായിട്ടുള്ള വെണ്ടയ്ക്ക കിച്ചടി. പിന്നെ സാൾട്ടൊക്കെ നോക്കുക. പണ്ടൊക്കെ അപ്പൂപ്പനൊക്കെ സ്ഥിരം ഈ കിച്ചടി പച്ചടിയൊക്കെ വേണമായിരുന്നു ഫുഡിന്. ശരിക്കും പറഞ്ഞാൽ ഇത് നല്ലതാണ് ഫുഡിൻ്റെ കൂടെ കഴിക്കാൻ. തൈര് ചേർക്കുന്നുണ്ട്. അത് ശരിക്കും തൈര് ഒരു പ്രോബയോട്ടിക് സാധനം. ഹെൽത്തി ആയിട്ടുള്ള ഫുഡിലൊക്കെ നമ്മളെപ്പോഴും പ്രോബയോട്ടിക് സാധനങ്ങൾ കഴിക്കണം എന്ന് പറയുമല്ലോ. അപ്പം പണ്ടൊക്കെ അവർ എല്ലാ ദിവസവും ഫുഡിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ എന്തെങ്കിലും കിച്ചടി പച്ചടിയൊക്കെ ഉണ്ടാക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ അതൊക്കെ നല്ല ഒരു ഹാബിറ്റാണ്, ചോറിൻ്റെ കൂടെ ഒക്കെ ഇത് കഴിക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങളിത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വെക്കാം കിച്ചടി. ഓക്കെ, വേറൊരു റെസിപ്പിയായിട്ട് നെക്സ്റ്റ് വീക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.